ഹായ് എല്ലാവർക്കും സുഖമല്ലേ. നമ്മളപ്പോൾ ഓറിയോ കേക്കിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിതൊരു ഫുൾ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യുന്നത്, റെസിപ്പി വീഡിയോ ആണ്. ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ട്രേ സെറ്റാക്കി മാറ്റി വെക്കാം. ശേഷം 2 പാക്കറ്റ് ബിസ്ക്കറ്റ് ആട്ടോ എടുക്കുന്നത്. അത് തന്നെ അത്യാവശ്യം ഒരു 800 ഗ്രാം ക്വാണ്ടിറ്റിയുള്ള കേക്ക് ഉണ്ടാക്കാൻ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മതി. നമ്മളിത് ഈ 2 പാക്കറ്റ് ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലുള്ള ക്രീം എടുക്കുന്നില്ല, കാരണം ക്രീമിൻ്റെ ആവശ്യം വരുന്നില്ല. സോ ഈ ക്രീം നമ്മളിങ്ങനെ ചുരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ ബിസ്ക്കറ്റ്സ് മാത്രം എടുക്കുന്നത്. ഈ ബിസ്ക്കറ്റ് നമുക്ക് ഒരു മിക്സറിലോ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡറിലോ ഇട്ടിട്ട് പയ്യെ പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഒന്ന് പൊടിച്ചിടുന്നത് നല്ലതായിരിക്കും, അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. പയ്യെ വേണം പൊടിച്ചെടുക്കാൻ. പിന്നെ ഇടയിൽ പൊടിയാത്ത വല്ല പീസസ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുകയും വേണം. ഒരു ബൗളിലേക്ക് പൊടിച്ച ഈ ബിസ്ക്കറ്റ് ഇട്ടതിന് ശേഷം കുറച്ച് മിൽക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വിസ്ക് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഷുഗർ ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. ബിസ്ക്കറ്റിൽ ഓൾറെഡി ഷുഗർ ഉള്ളതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും അഡീഷണൽ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായി കിട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ഇട്ട് കൊടുക്കാം. ഈ ബേക്കിംഗ് പൗഡറാണ് ഞങ്ങൾ കഴിഞ്ഞ റെസിപ്പിയിലും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ബേക്കിംഗ് പൗഡറാണ്. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ട്രേയിലേക്ക് ഒഴിക്കാം. ട്രേയിലേക്ക് ഒഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റീം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഒരു കട്ടിയുള്ള ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ഒരു 45 മിനിറ്റ്സ് വരെയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോഴേക്കും നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബ്ലൂബേർഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ജിയോ മാർട്ടിൽ നിന്നാണ്, 57 രൂപയേ ഉള്ളൂ. ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ലെയേഴ്സിൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മിൽക്കിൽ കുറച്ച് കൊക്കോ പൗഡറും പിന്നെ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാം. വെരി ഓപ്ഷനിലാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, പക്ഷേ എനിക്ക് ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഒരു പീസ് ആക്കിയിട്ടുള്ള കേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്കിത് ഓരോരോ ലെയർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു സൊല്യൂഷൻ ഇതിലേക്ക് ലെയേഴ്സിൽ ഒഴിച്ചു കൊടുക്കാം. പയ്യെ എല്ലാ ലെയേഴ്സിലും ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് സ്പഞ്ച് നന്നായിട്ട് നനഞ്ഞ് വരുന്ന രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ സ്പഞ്ച് അത്ര ഫിനിഷിങ്ങിലൊന്നും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ബിഗിനേഴ്സ് ആണല്ലോ, അതുകൊണ്ട് അത്ര ഫിനിഷിങ്ങേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ശേഷം നമ്മൾ ഓൾറെഡി വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ചോക്കോ ചിപ്സ് ബാലൻസ് ഉണ്ടായിരുന്നു. അത് വെറുതെ വെക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വീണ്ടും നെക്സ്റ്റ് ലെയറിൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ക്രീം ഇടുന്നു, അതുപോലെ തന്നെ ആ സൊല്യൂഷൻ ഒഴിച്ച് കൊടുക്കുന്നു, ചോക്കോ ചിപ്സ് ഇടുന്നു. അങ്ങനെ 3 ലെയേഴ്സിലും നമ്മൾ റിപ്പീറ്റായിട്ട് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ക്രീം വെച്ചിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചു. എന്നിട്ടാണ് പിന്നെ നമ്മൾ ബാലൻസ് ക്രീം അതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണ്. എടുത്തതിന് ശേഷം ഡയറി മിൽക്ക് 40 രൂപയുടെ ഒന്നുണ്ടായിരുന്നു. അത് മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചതാട്ടോ ഇത്. അത് ജസ്റ്റ് ടോപ്പിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അതും ഈ പറഞ്ഞ പോലെ ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. എന്നാലും അത് 200 രൂപയുടെ ഉള്ളിൽ വന്നിട്ടുള്ളൂ. കേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിസൈൻസ് ഒന്നും ഞങ്ങൾക്ക് ഒന്നും തന്നെ അറിയില്ല. അറിയുന്ന പോലെ എന്തൊക്കെയോ ചെയ്ത് വെച്ചതാണ്. പക്ഷേ ഞങ്ങളുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഒരു കേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ. അവിടെ ഒരു ഫിനിഷിങ്ങോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ് ചെയ്ത വീഡിയോയിൽ 1 മില്യൺ അടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ സെക്കൻഡ് റെസിപ്പിയും പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുത്തത്. സോ ഈ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു റെസിപ്പി ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. ഒരുപാട് പേര് നെഗറ്റീവൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾ അതിലൊന്നും തളർന്നില്ല. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങൾ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു വൈറ്റ് ആൻഡ് ചോക്ലേറ്റ് തീമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെയൊക്കെ ഏകദേശം സെറ്റാക്കി എടുത്തു. പക്ഷേ കേക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല അടിപൊളി കേക്കായിരുന്നു. ഒരു 200 രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ ഒരു കേക്ക് ട്രൈ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്ക് അധികം ഒരു എന്താ പറയുക, ബേക്കറിയിലോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്നും ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് വാങ്ങാതെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി മുൻപ് പറഞ്ഞ വീഡിയോസിൽ ജിയോ മാർട്ടിൽ ഇതിൻ്റെ എല്ലാ ഐറ്റംസും ബേക്കിംഗ് ഐറ്റംസ് വളരെ കുറഞ്ഞ പ്രൈസിന്, ഓഫർ പ്രൈസിന് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് എല്ലാ റെസിപ്പീസും ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞങ്ങളെ വീട്ടിലും 2 കുട്ടികളുണ്ടായിരുന്നു, അവർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് മാത്രമല്ല വലിയവരായിട്ടുള്ള ഞങ്ങൾക്കും